ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ മത്തങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലൊരു സ്വീറ്റ് ഡിഷാണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള മത്തങ്ങയുടെ പകുതി എടുത്ത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3/4 കിലോ ശർക്കര പാനിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു 2 ഗ്ലാസ് അരിപ്പൊടി എടുത്ത് സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ പൊടി വാട്ടുന്ന പോലെ വാട്ടി ഇതുപോലെ ചെറിയ ബോൾസാക്കി ജസ്റ്റ് ആ പൊടിയിലിട്ടൊന്ന് റോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടി വാട്ടിയത് 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മത്തങ്ങ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മത്തങ്ങ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് ഉടച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ തന്നെ വെന്ത് കിട്ടണം. ഒരു 2-3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മത്തങ്ങയിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചാൽ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മത്തങ്ങ നല്ല പോലെ വെന്തിട്ടുണ്ട്. അത് നമുക്കിതുപോലൊരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ചുവട് കട്ടിയുള്ളൊരു പാത്രമാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഒരു ഉരുളിയിലോട്ട് മത്തങ്ങ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ തവി വെച്ച് നല്ലപോലെ ഉടച്ചെടുക്കാം. മത്തങ്ങ ഇപ്പം നമ്മൾ നല്ലപോലെ ഫൈനായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. അതിലേക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരയും മത്തങ്ങയും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. അതും നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങയും മത്തങ്ങയും ശർക്കരയും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി പതിയെ നമുക്ക് ഇളക്കി ഈ ശർക്കര പാനിയിലൊക്കെ കിടന്ന് ആ ബോൾസ് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിക്കുമ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ബോൾസൊക്കെ നല്ലപോലെ വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയും കുറച്ച് ചെറിയ ജീരകവും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പം കുറച്ചും കൂടെ ആ ബോൾസ് വേവണമായിരുന്നു. അപ്പോൾ നമുക്കിത് കറക്റ്റ് പരുവത്തിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ പറ്റി നല്ല കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റാണിത്. മത്തങ്ങ വെച്ച് ഉണ്ടാക്കിയതാണെന്ന് കഴിച്ചാൽ പറയുകയില്ല. അപ്പോൾ മത്തങ്ങയൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.